പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് പെടുമാറാകട്ടെ. ഈ മിനിറ്റിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുവാൻ സ്വർഗത്തിൽ ദൈവം തന്നിരിക്കുന്ന നല്ല കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോട് ഭയഭക്തിയോട് ദൈവത്തിലായിരിക്കാം. കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വചനം നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, നിന്നിമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മിനിറ്റുകളിൽ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ സ്വർഗം അനുവദിച്ചു തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണം, കൂടിയിരിക്കണം, പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരു വചനം നിങ്ങൾ ഷെയർ ചെയ്തു. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിൻപുറത്ത് ഒരാട്ടിൻ കൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. ഹല്ലേലൂയ. അബ്രഹാം എന്ന് പറഞ്ഞ മനുഷ്യനോട് സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്നതിൻ്റെ ആദ്യജാതനെ, ഏകജാതനെ നീ എനിക്ക് വേണ്ടി തരണമെന്ന് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടു. അടുത്ത പ്രഭാതം മറു ചോദ്യം പറയാതെ, വേറൊന്നും ചോദിക്കാതെ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് തൻ്റെ മകനെയും തൻ്റെ കൂടെയുള്ളവരെയും കൂട്ടി താൻ ഹോമയാഗത്തിന് പുറപ്പെട്ടു. 3 ദിവസം വഴി പോകുന്ന വഴിയിൽ അപ്പനോട് മകൻ ചോദിക്കുന്നു, അപ്പാ ആട്ടിൻകുട്ടി എവിടെ? പക്ഷെ പോകുന്ന വഴിക്ക് അപ്പൻ മകനോട് പറയുന്ന സെൻറ്റൻസ്, മോനെ ദൈവം നോക്കിക്കോളും. ഈ വാക്ക് പറഞ്ഞ് മകനെ ധൈര്യപ്പെടുത്തി യാഗത്തിനുള്ള സ്ഥലത്തെത്തി. ഇപ്പോൾ മകനും അബ്രഹാമും വിറകും കത്തിയുണ്ട്, യാഗവസ്തുവായി മകനുമുണ്ട്. ബൈബിൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം യാഗപീഠം പണിതു. അബ്രഹാം ആദ്യം തന്നോട് പറഞ്ഞ സ്ഥലത്ത് അവൻ എത്തിയെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നു. എവിടെയാണോ നീ എത്തണമെന്ന് ദൈവം ആവശ്യപ്പെട്ട സ്ഥലത്ത് അബ്രഹാം എത്തി. ഇന്ന് ഈ മിനിറ്റ് ദൈവമക്കളെ, ഞാൻ ആദ്യം നിങ്ങളുടെ കാര്യം പറയട്ടെ. സ്വർഗത്തിൽ ദൈവം നമ്മളുടെ നീ എവിടെ എത്തണം, എവിടെ നിന്നെ കാണണമെന്ന് പറഞ്ഞോ അവിടെ നീ കണ്ടിരിക്കണം. അബ്രഹാമിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടത് ഇന്ന സ്ഥലത്ത് നീ എത്തണം. ബൈബിൾ എഴുതിയിരിക്കുന്നു, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. ആ സ്ഥലത്തിന് മാറ്റം വന്നില്ല. ദൈവം ഇവിടെ ആയിരിക്കാൻ പറഞ്ഞോ അവിടെ അബ്രഹാം ആയിരുന്നു. 2, അബ്രഹാം യാഗപീഠം പണിതു. അബ്രഹാം വരുന്നതിന് തൊട്ടു മുമ്പ് യാഗപീഠമില്ല അവിടെ. എന്നാൽ ഈ അബ്രഹാം അവിടെ നിന്നുള്ള കല്ല് പിറക്കി യാഗപീഠം പണിതു. അടുത്ത മിനിറ്റ് അബ്രഹാം വിറകടുക്കി തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തി. ദൈവമക്കളെ, ദൈവം തന്നോട് എന്തൊക്കെ ആവശ്യപ്പെട്ടോ അതെല്ലാം അബ്രഹാം ചെയ്തു. അടുത്ത മിനിറ്റ് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, തൊട്ടുപോകരുത്. എന്നാൽ 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാം തലപൊക്കി നോക്കി, പിൻപുറത്ത് ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അബ്രഹാമല്ലേ തൊട്ടു മുമ്പ് അവിടെ നിന്നെല്ലാം ഒത്തിരി സാധനങ്ങൾ പറക്കി, കല്ലൊക്കെ പറക്കി ആ യാഗപീഠം പണിതേ? അപ്പോൾ അബ്രഹാം ഈ ആട്ടുകൊറ്റനെ കണ്ടില്ലേ? എവിടെയായിരുന്നു അബ്രഹാമിന് ആട്ടുകൊറ്റൻ? ദൈവമക്കളെ, അവനോട് എത്താൻ പറഞ്ഞ സ്ഥലത്ത് അവൻ എത്തി. അവനോട് ആവശ്യപ്പെട്ടതുപോലെയൊക്കെ അവൻ ചെയ്തു. എന്നാൽ അവൻ പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്, മോനെ ആട്ടിൻകുട്ടിയെ ദൈവം നോക്കുമെന്ന്. ദൈവമക്കളെ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് നിന്റെ മകനെ യാഗം കഴിക്കാനാണ്. പക്ഷെ താൻ പോകുന്ന വഴിക്ക് തൻ്റെ മകനെ നോക്കി ഒരു ദൂത് പറഞ്ഞത്, മോനെ ദൈവം നോക്കും. എന്നാൽ അബ്രഹാം യാഗപീഠം പണിയുമ്പോൾ ആട്ടുകൊറ്റൻ അവിടെ ഇല്ല. എന്നാൽ ദൈവം തൻ്റെ കണ്ണിന് മറച്ചു വെച്ചത്. അടുത്തവൻ തലപൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിൻപുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പടക്കി കിടക്കുന്നതാണ് കണ്ടേ. ഇന്ന് ഈ മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, തമ്പുരാൻ നിന്നോട് പറഞ്ഞതെല്ലാം, പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞതെല്ലാം, എൻ്റെ കർത്താവ് നിന്നോട് പറഞ്ഞതെല്ലാം നീ ചെയ്യുമെങ്കിൽ ഞാൻ നിന്നോട് പറയട്ടെ, നിന്റെ കണ്ണിന് മറച്ചു വെച്ച പല നന്മകളും നിന്റെ കൺമുമ്പിൽ വരുന്ന നീ കണ്ടിരിക്കും. ഇതാ നോക്ക്, അബ്രഹാം യാഗപീഠം പണിയുമ്പോൾ ഈ ആട്ടുകൊറ്റനെ കണ്ടില്ല. തൻ്റെ മകനെ അറുക്കാൻ പിടിച്ചു കിടത്തുമ്പോഴും നിന്റെ ആമയാട്ടുകൊറ്റനെ കണ്ടില്ല. നിങ്ങളറിയണം, യാഗപീഠം പണിയുമ്പോൾ അവിടെ മുഴുവൻ നടന്ന് കല്ലുപറക്കിയവനാ. പക്ഷെ എന്നിട്ടും അവൻ്റെ കണ്ണിനത് മറയപ്പെട്ടിരുന്നു.
ഇനി ഞാൻ ദൂത് പറയാം. ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യം ദൈവം ചെയ്യും. പക്ഷേ നിന്റെ വാ കൊണ്ട് നീ പറഞ്ഞു ദൈവം നോക്കുമെന്ന്, അതുപോലെ നോക്കുന്നൊരു ദൈവമുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഞാനും നീ ചെയ്യേണ്ട കാര്യം, തമ്പുരാൻ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യണം. അബ്രഹാം നോക്ക്, തന്നോട് എന്ത് പറഞ്ഞോ അത് ചെയ്തു. എവിടെ എത്താൻ പറഞ്ഞോ അവിടെ എത്തി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്തെത്താൻ പറഞ്ഞ സ്ഥലത്തെത്തി. അടുത്തത് അവൻ പണിയേണ്ട കാര്യം അവൻ ചെയ്തു, വിറകെടുക്കേണ്ടത് ചെയ്തു, അവൻ ചെയ്യേണ്ട സകല കാര്യവും ചെയ്തപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് പ്രവൃത്തി ഉണ്ടായി. അവൻ ചെയ്തപ്പോൾ അടുത്ത മിനിറ്റ് അവൻ എന്താണോ സ്വന്തം മകനോട് പറഞ്ഞത്, ദൈവം നോക്കുമെന്ന് പറഞ്ഞ ആട്ടിൻകുട്ടി അവൻ്റെ കണ്ണിന് മറയപ്പെട്ടത് അവൻ്റെ കണ്ണിലേക്ക് കണ്ടുവെങ്കിൽ, ഇന്ന് ഈ മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മറന്നു പോകരുത്. നിന്നോട് പറഞ്ഞ സ്ഥലത്ത്, നിന്നോട് പറഞ്ഞ രീതി നിനക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ ആരാധിക്കാൻ കഴിയുമോ എങ്കിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങളെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. ഇതാ നോക്ക്, തലപൊക്കി നോക്കിയപ്പോൾ അവൻ കിടക്കുന്ന കാഴ്ച കണ്ടോ? ആ വാക്ക് ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. തലപൊക്കി നോക്കിയപ്പോൾ പിൻപുറത്തിൽ ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിവിട്ട് കിടക്കുന്നത് കണ്ടു. അബ്രഹാം ആട്ടുകൊറ്റനെ പിടിച്ചു തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. തൻ്റെ മകന് പകരം. ഇന്ന് ഈ മിനിറ്റ് നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചെങ്കിൽ, സഹോദരങ്ങളെ, ദൈവത്തെ നിങ്ങൾക്ക് വിശ്വസ്തയോട് ഇനി നിൽക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങളെ മാനിക്കുന്ന ദൈവമുണ്ട്. ഒന്ന് ഏൽപ്പിക്കാമോ? ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, ഈ ജനത്തിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല പേരെ മേലും ദൈവത്തിന് ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കണം. ഇന്ന് ഈ പകൽ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ലൈഫ് തലപൊക്കി നോക്കുമ്പോൾ പല നന്മകളും കാണുന്നവരായി തീരട്ടെ. കർത്താവേ, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അതുവരെ കാണാത്ത നന്മ കണ്ടുവെങ്കിൽ, ഇന്ന് ഈ മിനിറ്റ് ഇവർ തലപൊക്കി നോക്കുമ്പോൾ ഇവരുടെ ലൈഫിൽ കാണാത്ത നന്മകൾ ആത്മാവ് കാണിക്കാൻ പോകുകയും സ്തോത്രം ചെയ്യുന്നു. ഈ വചനം പറഞ്ഞ് ഇവരെ അനുഗ്രഹിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ചേ, യാഗപീഠം പണിതപ്പോൾ കാണാത്തത് അവൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ കണ്ടെങ്കിൽ, നിന്റെ ലൈഫിനകത്ത് നീ പലതും ചെയ്തിട്ട് കാണാത്തത് തമ്പുരാൻ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് കണ്ടിരിക്കും. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ.